ക്ലാസ്സിൽ നമ്മൾ ഈ പാഠം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഇനി അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റൻസ് സച്ച് ആസ് വാട്ടർ പോലത്തെ എന്തൊരു സാധനം, അല്ലെങ്കിൽ സാൻഡ് ഓർ മെറ്റൽ, മണലോ കല്ലോ, ദാറ്റ് ഈസ് ക്യാരിഡ് ഇൻ ഷിപ്സ്. കപ്പലുകളിലൊക്കെ അത് എന്ത് ചെയ്യും? വഹിച്ചുകൊണ്ട് പോകും. ഓർ ലാർജ് ബലൂൺസ്, അല്ലെങ്കിൽ വലിയ ബലൂണിലായിട്ട് കയറ്റി കൊണ്ടുപോകും. ടു ഹെൽപ്പ് ദം റിമെയിൻ സ്റ്റഡി. അവകൾ വെച്ചിട്ട് എന്താവും? ഈ ബലൂണോ അല്ലെങ്കിൽ കപ്പലോ നേരെ നിൽക്കുന്ന അർത്ഥം. നേരെ നിൽക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക വസ്തുവാണെന്ത്, അല്ലെങ്കിൽ ഒരു സഞ്ചിയാണെന്ത്? ബലാസ്റ്റ്. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡിവൈസ് ദാറ്റ് മെഷേഴ്സ് എയർ പ്രഷർ. ഒരു എയർ പ്രഷറൊക്കെ അളക്കുന്ന ഒരു എന്താണ്? യന്ത്രമാണ്. ആൻഡ് ഷോസ് വെൻ ദ വെദർ ഈസ് ലൈക്ലി ടു ചേഞ്ച്. കാലാവസ്ഥ ഒക്കെ മാറോ ഇല്ലേ എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു മീറ്ററാണ് അതിന് ബാരോമീറ്റർ. ബെല്ലോ എന്ന് പറഞ്ഞാൽ എന്താ? അട്ടർ ഇൻ എ ലൗഡ് പവർഫുൾ വോയിസ്. നല്ല ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിലവിളിക്കുക. അതിനാണ് എന്താ പറയുക? അട്ടർ എന്ന് പറഞ്ഞാൽ ഉച്ചട, അല്ലെങ്കിൽ സംസാരിക്കുക. ഇൻ എ ലൗഡ് പവർഫുൾ വോയിസ്. ഡീഫ്ലൈറ്റ് എന്ന് എന്താ? ലെറ്റ് ഔട്ട് എയർ. കാറ്റ് പുറത്തേക്ക് വിടുക, അല്ലെങ്കിൽ ഓർ ഗ്യാസ്, അല്ലെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് തള്ളുക. ഫ്രം എ ടയറിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു ബലൂണിന്നോ ടയറിൽ നിന്നൊക്കെ കാറ്റ് ഒഴിവാക്കുന്ന എന്ത് പറയാം? ഡീഫ്ലൈറ്റ് എന്ന് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻഫ്ലേറ്റ് എന്ന് പറയും, അതായത് കാറ്റ് നിറക്കുക. ഡിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എ ലോങ് നാരോ ഓപ്പൺ ഹോൾ ദാറ്റ് ഈസ് ഡഗ് ഇൻ ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ കുഴിച്ച ഒരു ചെറിയ കുഴിക്കാണ് എന്ത് പറയാം? ഡിച്ച് എന്ന് പറയാം. യൂഷ്വലി അറ്റ് ദ സൈഡ് ഓഫ് എ റോഡ് ഓർ ഫീൽഡ്. റോഡിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ പാടത്തിൻ്റെ സൈഡിലായിട്ടുണ്ടാകും. യൂസ്ഡ് എസ്പെഷ്യലി ഫോർ സപ്ലൈയിങ് ഓർ റിമൂവിങ് വാട്ടർ ഓർ ഫോർ ഡിവൈഡിങ് ലാൻഡ്. ഒന്നെങ്കിൽ ചിലപ്പോൾ സ്ഥലങ്ങൾ ഡിവൈഡ് ചെയ്യാനോ, അല്ലെങ്കിൽ വെള്ളം തള്ളി നീക്കാനോ ഉള്ള സ്ഥലങ്ങളായിരിക്കും എന്ത്? പരമാവധി സൈഡിലായിട്ടുണ്ടായ കുഴി. മനസ്സിലായോ? ഓവുചാൽ എന്നൊക്കെ പറയും. ഡോസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്വയറ്റ് ആൻഡ് ഈസി ടു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വശത്താക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്ന അർത്ഥം. അതായത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അർത്ഥം. ക്വയറ്റ് ആൻഡ് ഈസി. ക്വയറ്റ് പറഞ്ഞാൽ തികച്ചും അല്ല, വളരെ ശാന്തമായിട്ടും. ആൻഡ് ഈസി, വളരെ എളുപ്പത്തിലും. ടു ഇൻഫ്ലുവൻസ് എന്താവും? സ്വാധീനം ചെലുത്താൻ കഴിയും. പെർസ്വേഡ് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയും, ഓർ കൺട്രോൾ, അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അർത്ഥം. പിന്നെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ മതിലുകൾ അല്ലെങ്കിൽ ടവറുകൾ. ദാറ്റ് ആർ ബിൽറ്റ് ടു പ്രൊട്ടക്റ്റ് എ പ്ലേസ്. ഒരു പ്ലേസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്, ബിൽറ്റ് ചെയ്ത്. ജസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എ മൂവ്മെൻറ്റ് ഓഫ് ദി ഹാൻഡ്സ് ഓർ ഹെഡ്. നമ്മുടെ കൈകളുടെ ചലനങ്ങളാണ്, അല്ലെങ്കിൽ തലോണ്ടുള്ള ചലനങ്ങൾക്കാണ് എന്ത് പറയാം? ജസ്റ്റർ എന്ന് പറയാം. ടു എക്സ്പ്രസ് ആൻ ഐഡിയ ഓർ ഫീലിംഗ്. നമ്മൾ വേണ്ടാന്നുള്ളത് എന്ത് ചെയ്യും? തലോണ്ട് ഇങ്ങനെ കുലുക്കൂലേ, അല്ലെങ്കിൽ വേണമെന്നുള്ള തലോണ്ട് ഇങ്ങനെ ആക്കുക. അങ്ങനത്തെ ഓരോ നീക്കത്തിനാണ് എന്ത് പറയുക? ജസ്റ്റർ എന്ന് പറയാം. ഗ്രാപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാപ്പിൾ എന്ന് പറഞ്ഞാൽ ആൻ അയൺ ഷാഫ്റ്റ് വിത്ത് ക്ലോസ് അറ്റ് ഓൺ എൻഡ്. ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഷാഫ്റ്റാണ്, ഒരു പിടുത്താണ്. വിത്ത് ക്ലോസ് അറ്റ് ഓൺ എൻഡ്. ഒരു അറ്റത്ത് എന്തുണ്ട്? അതിന് കൂർത്ത നഖങ്ങളുണ്ട്. ക്ലോസ് തന്നെ കൂർത്ത നഖങ്ങൾ. യൂഷ്വലി ത്രോൺ ബൈ എ റോപ്പ്. ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ട് എന്ത് ചെയ്യും? അത് എറിയും. യൂസ്ഡ് ഫോർ ഗ്രാസ്പിംഗ്. ഒന്ന് പിടിക്കാനും ഒന്ന് നേർക്ക് ഹോൾഡ് ചെയ്യാനും. എന്ത് ചെയ്യാൻ? ഒരു ഗ്രിപ്പും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എറിഞ്ഞു കൊടുക്കും. എസ്പെഷ്യലി ഒരാളാണ് എന്തായാലും അറിയാം. ഫോർ ഡ്രോവിങ് ആൻഡ് ഹോൾഡിങ് ഇൻ ആൻ എനിമി ഷിപ്പ് അലോങ് സൈഡ്. എന്തിനു വേണ്ടിയാണ് കാര്യമായിട്ട് അറിയാം? ഫോർ ഡ്രോവിങ്, വലിക്കാനും, ആൻഡ് ഹോൾഡിങ്, പിടിച്ചു വെക്കാനും. ആൻ എനിമി ഷിപ്പ്, ഒരു ശത്രുവിൻ്റെ കപ്പലിനൊക്കെ പിടിച്ചു വെക്കാനൊക്കെ എന്ത് ചെയ്യും? ആ സാധനം എടുത്തിട്ട് എറിയും. എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും? കൊളുത്തിയിട്ട് നമ്മൾ വലിക്കും. അങ്ങനെ ചെയ്യൽ. ആ സാധനമാണ് ഗ്രാപ്പിൾ എന്ന് പറയാം. ഗൈറോപ്പൻ എന്താ? ഗൈറോപ്പ് എന്നാൽ എ റോപ്പ് ഓർ വയർ. ഒരു കയറോ അല്ലെങ്കിൽ വയറാണ്. ദാറ്റ് കീപ്സ് എ ടെൻറ്റിനൊക്കെ കെട്ടിയേക്കും. നമ്മൾ നിലത്ത് ആണി അടിച്ചുകൊണ്ട് വെക്കൂലേ, അതിനാണ് ഗൈറോപ്പ് വരാ, കയറിന്. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓർ ഡിസിൻക്ലിനേഷൻ ടു മോഷൻ. റെസിസ്റ്റൻസ്, ചെറുത്തുനിൽപ്പ്, ഓർ ഡിസിൻക്ലിനേഷൻ ടു മോഷൻ. അതായത് അനങ്ങാൻ എന്ത് ചെയ്യുന്നില്ല, വിമുഖത കാണിക്കുക. ഡിസിൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞാൽ കേൾക്കാതെ വെക്കണീനാണെന്ന് പറയാം ഡിസിൻക്ലിനേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ വിമുഖത കാണിക്കുക. അപ്പോൾ മോശം എന്ന് പറഞ്ഞാൽ ഇളക്കെന്നാണ്. ഇളകാൻ വിമുഖത കാണിക്കുക. അതായത് ഇളകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സമ്മതിക്കാതിരിക്കുക. അതായത് ഇങ്ങനെ അനങ്ങാതിരിക്കുക എന്നർത്ഥം. ഇളങ്ങണേ ഇല്ല, ആക്ഷൻ, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനൊന്നും സമ്മതിക്കാതിരിക്കുക, അതിന് ചെറുത്ത് നിൽക്കുക. ഓർ ചേഞ്ച്, ഒരിക്കലും അനങ്ങാനോ മാറാനോ ആക്ഷൻ എടുക്കാനോ ഒന്നും ചെയ്യാതെ അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിശ്ചലമായിട്ട് നിൽക്കുക. അതിനാണ് എന്ത് പറയുക? ഇനർഷ്യ. മനോവർ എന്ന് പറഞ്ഞാൽ ആൻ ആക്ഷൻ ഓർ മൂവ്മെൻറ്റ്. ഒരു ആക്ഷനോ അല്ലെങ്കിൽ മൂവ്മെൻറ്റോ ദാറ്റ് നീഡ്സ് കെയർ ഓർ സ്കില്ല് ടു പെർഫോം. നല്ല വേണം? കഴിവോ അല്ലെങ്കിൽ നല്ല ശ്രദ്ധയോ വേണം. അങ്ങനത്തെ കുറച്ച് ആക്ഷനോ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനൊക്കെയാണ് പറയാം. ഇവിടെ എന്താ പറയുക? ദ ബലൂൺ റൈഡ്. ഇവിടെ ബലൂണിൻ്റെ ആ യാത്രക്കാണ് എന്ത് പറയുക? ഈ മനോവർ എന്ന് പറയുക. മനോവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ഒക്കെ നമ്മൾ പറഞ്ഞു അതിനല്ല വേണം? കെയറും സ്കില്ലൊക്കെ വേണമെന്ന് പറഞ്ഞു.
നെഡ്ജ് പറഞ്ഞാൽ എന്താ? നെഡ്ജ് പറഞ്ഞാൽ പുഷ് അഗെയിൻസ്റ്റ് ജെന്റ്ലി, ജസ്റ്റ് ഒന്ന് തള്ളുക മെല്ലെ. പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക, അഗെയിൻസ്റ്റ് ജെന്റ്ലി മൃദുലമായി തള്ളുക. എസ്പെഷ്യലി ഇൻ ഓർഡർ ടു ഗെയിൻ അറ്റൻഷൻ, ഒരാളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളണിനാണ് എന്ത് പറയുക, നെഡ്ജ് എന്ന് പറയാം. ഓർ ഗീവ് എ സിഗ്നൽ, അല്ലെങ്കിൽ ഒരു സിഗ്നൽ കാണിച്ചു കൊടുക്കാൻ. പ്രൊഡീജിയസ് എന്ന് പറഞ്ഞാൽ വെരി ഗ്രേറ്റ്, വളരെ മതിപ്പുള്ള അല്ലെങ്കിൽ വലിയ മഹത്വമായ. കൊയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കുയിലാണ് കേട്ടോ. എ സ്മോൾ ബ്രൗൺ ബേർഡ്, ചെറിയൊരു പക്ഷിക്കാണ് വരാം, കൊയൽ എന്ന് പറയാം. കഴിഞ്ഞിട്ട് ഇതിനും പറയും, ഏത് കൊയൽ എന്നാണ് നമ്മൾ ഇതിനും പറയാം. മറ്റേ കോയിൻ്റെ മറ്റേ പറയില്ലേ, ചെറിയ കോയി, കണങ്കോയോ, മറ്റേ കാടകോയ്ക്കൊക്കെ പറയും കൊയൽ എന്ന്. പിന്നെ സ്റ്റീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, കൂർത്ത ബിൽഡിങ്ങിൻ്റെ മേലുള്ള കൂർത്ത മറ്റേ ഗോപുരങ്ങൾക്കാണ് പറയാം. ടോൾ ടവർ, നീണ്ട ടവറുകൾ. ഫോമിങ് ദ സൂപ്പർ സ്ട്രക്ചർ, വലിയ അതിമഹത്തായ വലിയ രൂപത്തിൽ അത് ഉണ്ടാകുന്നു. ഓഫ് എ ബിൽഡിങ്ങിൻ്റെ സച്ച് ആസ് എ ചർച്ചോ അല്ലെങ്കിൽ ഒരു ടെമ്പിളോ പോലെ ഉണ്ടാവും. ആൻഡ് യൂഷ്വലി സർമൗണ്ടഡ് ബൈ എ സ്പയർ, ഒരു കൂർത്ത ഒരു ഇതുകൊണ്ട് അത് ഉണ്ടാവും ലാസ്റ്റ് ചുറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും എന്നർത്ഥം. ടിഞ്ച് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ സ്ലൈറ്റ് എമൗണ്ട് ഓഫ്, ചെറിയ നിലക്ക് തോതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനാണ് പറയുന്നത് ടിഞ്ച് വരെ. കണ്ടെയ്ൻ, ഉൾക്കൊള്ള, സ്ലൈറ്റ് എമൗണ്ട് ഓഫ്. നമ്മൾ പറഞ്ഞു റെഡ് കളറിൻ്റെ ഒരു ടിഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു, അതായത് അതിൽ ചുവന്ന കളറും അടങ്ങിയിട്ടുണ്ട്. ആ അടങ്ങണ ഇത്ര അളവിൽ അത് അടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറയാം, ടിഞ്ച് എന്ന് ഉപയോഗിക്കാം. ആൻഡുലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡുലൈറ്റ് എന്ന് പറഞ്ഞാൽ മൂവ് ജെന്റ്ലി അപ്പ്, മേലോട്ട് മെല്ലെ എന്ത് ചെയ്യുക, പൊങ്ങി പോവുക. ആൻഡ് ഡൗൺ, താഴോട്ടും ഇങ്ങനെ എന്ത് ചെയ്യുക, മേലോട്ടും താഴോട്ടായിട്ട് ഇങ്ങനെ പൊങ്ങി പോവുക. ഇൻ ദ ഷേപ്പ് ഓഫ് വേവ്സ്, ഒരു മറ്റേ തിരകളടിക്കണ പോലെ. തിരകളടിച്ചുമ്പോൾ എന്താ ഉണ്ടാവുക, മേലോട്ടും താഴോട്ടും ഇങ്ങനെ പോകില്ലേ, ഓൺ ദി സീ, കടലിൽ. വേർഡൻ എന്ന് പറഞ്ഞാൽ എന്താ? പച്ചയായ എന്നർത്ഥം. വേർഡൻ എന്ന് പറഞ്ഞാൽ പച്ചയായ. ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡൻറ്റ്. ഇനി കുറച്ച് എക്സസൈസുകളാണ്, സിമ്പിളാണ്, നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. അതായത് ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് എ ചാൻസ് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് എ ടൂർ പ്രോഗ്രാം. ഒരു ടൂർ പ്രോഗ്രാമിൻ്റെ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് സങ്കല്പിക്കുക. വാട്ട് ടൈപ്പ് ഓഫ് എ ക്യാപ്റ്റൻ വുഡ് യു ലൈക്ക് ടു ബിക്കം? എന്ത് നിലക്കുള്ള ഒരു ക്യാപ്റ്റനാണ് നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുക? ആ ക്യാപ്റ്റൻ്റെ കുറച്ച് ക്വാളിറ്റീസ് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ ഒരു TV റിപ്പോർട്ടർ എഴുതാനാണ് പറയുന്നത്, ലാഹോർലയുടെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ ഇതിന് നോട്ട്സ് ഉണ്ടാവും, അതിൽ നോക്കിയാൽ മതി. പിന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ്? ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെ എന്നുള്ളത് എഴുതി കൊടുക്കുക. ഡൂസിൽ നമ്മൾ ആദ്യം കൊടുത്ത് ടേക്ക് എ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ എടുക്കണം അല്ലേ. പ്രഥമ ശുശ്രൂഷ ചെയ്യാനുള്ള എന്താണ്, എന്തെങ്കിലും പറ്റിയാലൊക്കെ ചെയ്യാൻ പറ്റി ഉപയോഗിക്കുന്ന കിറ്റാണ് ഇത്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഓക്കെ. പിന്നെ ഡോൺസിൽ നമ്മൾ എന്ത്, അവോയ്ഡ് കെയറിങ് എക്സ്പെൻസീവ് തിങ്സ്. വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല, അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. പിന്നെ ഡൂസ് ആൻഡ് ഡോൺസിൽ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി എടുക്കുക, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ചെയ്യുക, എടുക്കുക. ടേക്ക് ബുക്സ് ആൻഡ് ഫുഡ്, എടുക്കുക. അങ്ങനെ ടേക്ക് ഫസ്റ്റ് അങ്ങനെ ഉപയോഗിക്കണം. വെർബുകൾ ഇമ്പറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഇമ്പറേറ്റീവ് പറഞ്ഞാൽ നമ്മൾ ഓരോ വെർബിനെയും ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കുക, മനസ്സിലായോ? ഇവിടെ പാടില്ല, ടേക്ക് എന്നുള്ളതാണ് ഉപയോഗിച്ച്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കൂ, അമ്രാണ്, ഫീൽ അമ്രാണ്. അതേപോലെ ഉപയോഗിക്കുന്നതാണ് എന്ത് പറയുക, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഒരാളോട് ചെയ്യാൻ വേണ്ടി പറയാം, അതിനാണ് ഇമ്പറേറ്റീവ് എന്ന് പറയാം. അവോയ്ഡ് പറഞ്ഞാൽ ഒഴിവാക്കുക, മനസ്സിലായോ? അമ്രാണ്, ഒരാളെ കൽപ്പിക്കുകയാണ്. അതേപോലെ ഷോർട്ട് ആൻഡ് മീനിങ് ഫുൾ, നല്ല ഷോർട്ടും വളരെ മീനിങ് ഫുൾ ആയിട്ടായിരിക്കണം എന്ത് നിങ്ങളോട് കൊടുക്കേണ്ടത് അർത്ഥം. ഇവിടെ തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞാൽ സാധാ നമ്മൾ ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ സെൻറ്റൻസുകൾ ഉപയോഗിക്കുക എന്നർത്ഥം. അതായത് വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കുന്നു. സൺ റൈസസ് ഇൻ ദ മോർണിംഗ്, സൂര്യൻ രാവിലെ ഉദിക്കുന്നു. അങ്ങനെ ഉദിക്കുന്നു, ചെയ്യുന്നു, പഠിക്കുന്നു, അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയാം. അങ്ങനെ ഉപയോഗിക്കണം എന്നർത്ഥം. ഇതേപോലെ റിപ്പോർട്ട് എക്സാക്ട്ലി വാട്ട് യു സീ, നീ കാണുന്നതൊക്കെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഹാവ് എ ഗുഡ് സ്റ്റാർട്ട് ആൻഡ് എ ഗുഡ് റാപ്പപ്പ്, നല്ലൊരു സ്റ്റാർട്ടും ആണ്, നല്ലൊരു തുടക്കമാണ്. ആൻഡ് എ ഗുഡ് റാപ്പപ്പ്, നല്ലൊരു ഒടുക്കവുമാണെന്ന് അർത്ഥം എഴുതുമ്പോൾ. ഈ റിപ്പോർട്ട് എഴുതുമ്പോൾ കേട്ടോ, പിന്നെ അതങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത് 4 ഒരു കമ്പാരിസൺ ആണ്. നത്തിങ് ഈസ് മോർ അമ്യൂസിങ്, മോർ ഡെലിക്കേറ്റ്, മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദി മനോവറിങ് ഓഫ് എ ബലൂൺ. വിച്ച് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഈസ് യൂസ്ഡ് ഹിയർ? അതായത് നത്തിങ് ഈസ് മോർ അമ്യൂസിങ്, ഒന്നും എന്തെന്നില്ല, ഒന്നും ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം എന്തെന്നില്ല, ഇത്രമാത്രം നമ്മളെ രസിപ്പിക്കുന്നില്ല. മോർ ഡെലിക്കേറ്റ്, ഇത്രമാത്രം നല്ല രസത്തിലുള്ളതായിട്ടില്ല. മോർ ഇൻട്രസ്റ്റിംഗ്, നല്ല
ഇൻട്രസ്റ്റ് ആയിട്ടും ഇല്ല. ദാൻ ദ മനൂവറിങ് ഓഫ് എ ബലൂൺ, ഒരു ബലൂണിനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ഇത്രമാത്രം ഇൻട്രസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഇത്രമാത്രം രസിപ്പിക്കുന്നതോ ഇത്രമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടോ ഇല്ല എന്ന് പറയാണ്. ഇവിടെ ഉപയോഗിച്ച ഈ ഡിഗ്രി ഓഫ് കമ്പാരിസൺ അതെന്താണെന്ന് ചോദിക്കണേ. എങ്ങനെയാണ് ഇവിടെ താരതമ്യം ചെയ്തിട്ടുള്ളത്, അതെന്താന്നുള്ളത് നമ്മൾ പറയും. അഥവാ ഈ ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മളിവിടെ ഈ എങ്ങനെയാണ് നമ്മൾ ഈ സാധനത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ താരതമ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് പറഞ്ഞിട്ടുള്ളത് എന്താണ്, സൂപ്പർലേറ്റീവും കമ്പറേറ്റീവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എന്തുണ്ട്, ഒരു ഡിഗ്രി ഉണ്ട് നമ്മൾ ഉപയോഗിക്കലുണ്ട്. അതായത് ഒരു ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടി ഇവനാണെന്ന് പറയുമ്പോൾ അതെന്താണ്, സൂപ്പർലേറ്റീവ് കമ്പാരിസൺ എന്നൊക്കെ പറയും. അതേപോലെ ഇവിടെ ഉപയോഗിച്ചത് എന്താണെന്ന്, ഇവിടെ കമ്പാരേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ബലൂണ് കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇല്ലയെന്ന്. അതായത് ബലൂൺ കൺട്രോൾ ചെയ്യുക, ബലൂണിനെ എന്ത് ചെയ്യുക, ശരിക്കും മെരുക്കിയെടുത്ത് നമ്മൾ ബലൂണ് പറപ്പിക്കുന്നതിനേക്കാൾ ആ ഒരു വസ്തുവിനോടാണ് കമ്പയർ ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങൾ ഇതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല രസിപ്പിക്കുന്നതായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഈ താഴെയൊരു പാസേജ് വായിക്കാൻ പറയാം. ആൾ മെമ്മറി ഹാസ് ഡിസപ്പിയർഡ് ഫ്രം അവർ മൈൻഡ്സ്, ഞങ്ങളെ മനസ്സിൽ നിന്ന് എല്ലാ ഓർമ്മകളും ഡിസപ്പിയർ ആയിപ്പോയി, മാഞ്ഞു പോയി. ആൾ ട്രബിൾ ഫ്രം അവർ തോട്ട്സ്, എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളെ മനസ്സുകളിൽ നിന്ന്, ഞങ്ങളുടെ ചിന്തകളിൽ നിന്ന് പോയി. വി ഹാവ് നോ മോർ റിഗ്രറ്റ്സ്, ഞങ്ങൾക്ക് ഇനി അധികം എന്തില്ല, ദുഃഖങ്ങളില്ല. പ്ലാൻസുകളില്ല. നോർ ഹോപ്സ്, പ്രതീക്ഷകളും ഇല്ല എന്നർത്ഥം. വി ലുക്ക്, ഞങ്ങൾ നോക്കുന്നു. വി ഫീൽ, ഞങ്ങൾ അനുഭവപ്പെടുന്നു. വി വൈഡ്ലി എൻജോയ് ദിസ് ഫാന്റാസ്റ്റിക് ജേണി, ഇത് നമ്മളെ പാഠഭാഗത്തുള്ള കേട്ടോ. അത് വി വൈഡ്ലി എൻജോയ്, നമ്മൾ വളരെ മാരകമായി എന്ത് ചെയ്യുന്നു, ആസ്വദിക്കുന്നു. ദിസ് ഫാന്റാസ്റ്റിക് ജേണി, ഈ അടിപൊളി ജേണിയെ. നത്തിങ് ഇൻ ദ സ്കൈ, ആകാശത്ത് ഒന്നുമില്ല. ബട്ട് ദ മൂൺ, ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. ആൻഡ് അവർ സെൽസ്, പിന്നെ ഞങ്ങളും. വി ആർ എ വാണ്ടറിങ്, ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യാണ്, വാണ്ടർ ചെയ്യുന്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ട്രാവലിംഗ്, യാത്ര ചെയ്യുന്ന ഒരു വേൾഡാണ്, ലോകമാണ്. ലൈക്ക് അവർ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ സഹോദരിമാരെ പോലെ. ആരാണ്? ദ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളെ പോലെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ആടിപ്പാറി കളിക്കുകയാണ്. ആൻഡ് ദിസ് ലിറ്റിൽ വേൾഡ്, ഈ ചെറിയ ഒരു ബലൂണിൻ്റെ ഈ ലോകം, ക്യാരീസ്, അത് വഹിച്ചു കൊണ്ടുപോകുന്നു 5 men, 5 ആളുകളെ. ഹു ഹാവ് ലെഫ്റ്റ് ദ എർത്ത്, അവർ ഭൂമി ഇട്ടെറിഞ്ഞു പോയതാണ്. ആൻഡ് ഹു ഹാവ് ആൾമോസ്റ്റ് ഫോർഗോട്ടൺ ഇറ്റ്, ഭൂമിയെ തന്നെ അവർ മറന്നുപോയി. ഇതിനെന്ത് ചെയ്യാണ്, ഭൂമിയോട്ടുള്ള ജീവിതത്തോട് കമ്പയർ ചെയ്തിട്ട് ഈ പാസേജിനെ, ഈ പാരഗ്രാഫിനെ മാറ്റി ഇതാണ് പറയണം. അപ്പോൾ മാറ്റുമ്പോൾ എങ്ങനെയാവും, നമ്മളെ ഇതിപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ അവസ്ഥയാണ്, അല്ല ആകാശത്ത് പോകുമ്പോഴുള്ള അവസ്ഥേനെ പറ്റിയ പറയണം. ഇതിനെന്ത് ചെയ്യണം, താരതമ്യപ്പെടുത്തിയിട്ട്, അതായത് ഭൂമിയിലുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനേക്കാൾ വ്യത്യാസമാണ് ഇത് എന്നുള്ളത് നമ്മളെ ആകാശത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതണം. അതിനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ എഴുതി നോക്ക്. നൗ അവർ മൈൻഡ്സ് ആൻഡ് തോട്ട്സ്, ഞങ്ങളുടെ മനസ്സും ചിന്തകളും ഇപ്പോൾ ആർ മോർ ഇൻഡിപെൻഡൻറ്റ്, വളരെ എന്താണ്, സ്വാതന്ത്ര്യമുള്ളതാണ്. ദാൻ ഇറ്റ് വാസ് വെൻ വി വർ ഓൺ എർത്ത്, ഏതിനേക്കാൾ, ദാൻ ഇറ്റ് വാസ്, ആ മനസ്സും ചിന്തകളും ആയിരുന്നതിനേക്കാൾ, എവിടെയുള്ളായിരുന്നതിനേക്കാൾ, വെൻ വി വർ ഓൺ എർത്ത്, ഭൂമിയിലുള്ളതിനായിരുന്നതിനേക്കാൾ വളരെയധികം സ്വാതന്ത്ര്യത്തോടെയാണ് ഇപ്പോൾ എന്ത് നടക്കുന്നത്, ഞങ്ങളുടെ മനസ്സും ചിന്തകളും ഉള്ളത്. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, ദാൻ എന്ന് പറഞ്ഞാൽ ഇട്ടാൽ മതി. ദാൻ എന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ എന്താവും, ഈ കമ്പയറിങ് എന്നുള്ള അർത്ഥമാവും. അതായത് താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ദാൻ, ഇതിനേക്കാൾ എന്തായി, ഇങ്ങനെ അടിപൊളിയാണ്. ഇനി അടുത്ത് എന്ത് കൊടുക്കുക, വി ലുക്ക്, വി ഫീൽ, വി വൈഡ്ലി എൻജോയ് ദ ഫാന്റാസ്റ്റിക് ജേണി, മനസ്സിലായോ? അങ്ങനെ എഴുതി കൊടുക്കുക. ദാൻ വി എൻജോയ്ഡ് ഇൻ ഓൺ ദി എർത്ത് എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എന്താവും, അത് ഫുള്ളായി. ഇനി അങ്ങനെ നത്തിങ് ഇൻ ദ സ്കൈ ബട്ട് ദ മൂൺ ആൻഡ് അവർ സെൽസ്, വി ആർ വാണ്ടറിങ് അവർ ട്രാവലിംഗ് വേൾഡ് ലൈക്ക് അവർ സിസ്റ്റേഴ്സ് ദ പ്ലാനറ്റ്സ്, ദാൻ വി ഡു ഓൺ ദി എർത്ത്, മനസ്സിലായോ? അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത് ബലൂണിൻ്റെ ലാൻഡിങ്ങിനെ കുറിച്ച് പറയാനാണ് പറയണത്. അതായത് ഇവിടെ നരേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് നരേറ്റ് ചെയ്യാൻ എന്താ, ഒരു കാര്യങ്ങൾ നമ്മൾ പറയണതിനാണ് എന്ത് പറയുക, നരേറ്റ് എന്ന് പറയാം. കഥ പറഞ്ഞു കൊടുക്കണതിനൊക്കെ നരേറ്റ് എന്ന് പറയും. അത് നമ്മളൊരു സംഭവം പറഞ്ഞു കൊടുക്കണതിനൊക്കെ എന്ത് പറയും, നരേഷൻ എന്ന് പറയും. സ്റ്റോറി നരേഷൻ എന്നൊക്കെ പറയും. സ്റ്റോറി എന്ത് ചെയ്യുക, അവതരിപ്പിക്കും. അങ്ങനെ ആ നരേഷൻ്റെ ഓരോ ഇനങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എന്ത്, ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും, ഇൻ ദിസ് മോഡ്, ഈ ഒരു അവസ്ഥയിൽ നരേറ്റർ എന്താവും, അതായത് കഥ പറയുന്ന ആൾ ഈസ് യൂഷ്വലി ദ പ്രോട്ടോഗണിസ്റ്റ് ഓർ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഒന്നെങ്കിൽ മെയിൻ പ്രോട്ടോഗണിസ്റ്റ് പറഞ്ഞാൽ മെയിൻ നടൻ, അതായത് മെയിൻ ആള്, ഓർ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ
ക്യാരക്ടർ ആയിരിക്കും, അതിലുള്ള മെയിൻ ക്യാരക്ടർ ആയിരിക്കും സ്റ്റോറിയിലുള്ള. അയാൾ പറയുന്ന കാര്യമായിരിക്കും എന്ത് ഫസ്റ്റ് മോഡ് നരേഷൻ എന്ന് പറയാം. അതായത് ഞാൻ എന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കും. സെക്കൻഡ് പേഴ്സൺ നരേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ യൂഷ്വൽ നരേറ്റഡ് ഫ്രം ദി സെക്കൻഡ് പേഴ്സൺസ് പെർസ്പെക്റ്റീവ്. ഇത് പറഞ്ഞാൽ മറ്റൊരാളുടെ രീതിയിൽ നിന്ന് കഥകൾ പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുക. അതായത് അങ്ങോട്ട് പോടാ എന്ന് അയാൾ പറയാം. അങ്ങനെ ആകുമ്പോൾ എന്താവും മൂന്നാം പേഴ്സൺ നരേഷൻ ഉണ്ടാവും. ഈ തേർഡ് പേഴ്സൺ നരേഷൻ ഇതെന്താണ് വളരെ ഒബ്ജക്റ്റീവും ലിമിറ്റഡും ആൻഡ് ഒംനിസെൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് തന്നെ മൂന്ന് തരത്തിലുണ്ട് തേർഡ് പേഴ്സണിന്. അതിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവാണ്. എന്താ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ ദ നരേറ്റർ ഡസ് നോട്ട് റിവീൽ എനി ഓഫ് ദ ക്യാരക്ടേഴ്സ് തോട്ട്സ് ഓർ ഫീലിങ്സ്. അതായത് കഥ പറയുന്ന ആള് ക്യാരക്ടറിനെ വെച്ച് പറയുമ്പോൾ, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കഥയിലുള്ള ഓരോ എന്താണ് ഓരോ ആളുകളാണ് ക്യാരക്ടർ എന്ന് പറയാം. അവരുടെ തോട്ട്സ്, ചിന്തകളോ ഫീലിങ്ങിനോ ഒന്നും എന്ത് ചെയ്യുക, ഒന്നും പറയാതിരിക്കുക. ഇതാണ് ഒബ്ജക്റ്റീവ് പറയാം. ഒബ്ജക്റ്റീവ് തേർഡ് പേഴ്സൺ നരേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത തേർഡ് പേഴ്സൺ ലിമിറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നരേറ്റർ എന്ത് ചെയ്യുക, അവരുടെ ഫീലിങ്സും തോട്ട്സും അവരുടെ ചിന്തകളൊക്കെ എന്ത് ചെയ്യുക ഓരോ ക്യാരക്ടറിൻ്റെ ഓരോ അവസ്ഥയിലാക്കിയിട്ട് പറയാം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥകളെ കുറിച്ച് പറയുന്നതാണ് തേർഡ് പേഴ്സൺ നരേഷൻ എന്ന് പറയാം. ഇതിൽ ഒരു ക്യാരക്ടറിൻ്റെ അവരുടെ ഫീലിങ്സ് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ഒബ്ജക്റ്റീവാണ്. ഫീലിങ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കും. ഇനി അടുത്ത് ഒംനിസെൻ്റ് എന്ന് പറയും. ഒംനിസെൻ്റ് പറഞ്ഞാൽ അത് തേർഡ് പേഴ്സൺ എന്താ, നരേഷൻ വിൽ മോർ ദാൻ ഓൺ ക്യാരക്ടേഴ്സ് ഇന്റേണൽ വർക്കിങ്സ്. അതായത് ഒരു കഥാകൃത്ത്, അതായത് കഥ പറയുന്ന ആൾ ഒരു ക്യാരക്ടറിൻ്റെ അയാളുടെ ഉള്ളിലുള്ള വർക്കുകളെ പുറമെ അയാൾ കുറേ കാര്യങ്ങൾ പറയുന്ന അർത്ഥം. അതായത് അയാളുടെ സ്വഭാവങ്ങൾ മാത്രമല്ല മറ്റെല്ലാ അയാളുടെ എല്ലാ അവസ്ഥകളും പറയുമ്പോഴാണ് എന്ത് പറയാം തേർഡ് പേഴ്സൺ ഒംനിസെൻ്റ് എന്ന് പറയാം. ഇതൊക്കെ ഓരോ നരേഷൻ്റെ ഓരോ രീതികളാണ്. അതായത് കഥ എങ്ങനെയൊക്കെ പറയാം, നമ്മളൊരാളെ കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ പറയാമെന്നുള്ള പറഞ്ഞു, മനസ്സിലായോ? ഇനി അടുത്ത് ട്രാവൽ എസ്സേ. ട്രാവൽ എസ്സേ നമ്മളെങ്ങനെ എഴുതി കൊടുക്കുക? നമ്മളൊരു കഥ, നമ്മളിപ്പോൾ കഥ പറഞ്ഞ കാര്യം നമുക്കറിയാം. ഇനി അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണം അങ്ങനെ ഒരു ഇതാക്കിയിട്ട് എഴുതുമ്പോഴാണ് ട്രാവൽ എസ്സേ ആവുക. ട്രാവൽ റൈറ്റിംഗ് ഈസ് എ പേഴ്സൺസ് അക്കൗണ്ട് ഓഫ് ജേണി. ഒരു ആളുടെ യാത്രാ വിവരണമാണ് എന്ത് ട്രാവൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ടു അനദർ കൺട്രി, എവിടേക്ക്, ഏതെങ്കിലും വേറെ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്കോ അയാൾ യാത്ര പോകുമ്പോൾ അതിനെക്കുറിച്ച് വിവരങ്ങൾ എഴുതി കൊടുത്ത യാത്രാ വിവരണങ്ങൾക്കാണ് എന്ത് പറയുക ട്രാവൽ റൈറ്റിംഗ് എന്ന് പറയാം. ഇറ്റ് പ്ലാൻസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് വിത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ട്രാവൽ. അതിലെന്തുണ്ടാവുക കാര്യമായിട്ട് യാത്രനെ കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള യാത്രൻ്റെ പ്രത്യേകതകളും പിന്നെ അതിലുള്ള എന്തൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും, യാത്രയിലൂടെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച്, പിന്നെ അയാളുടെ പേഴ്സണൽ മതിപ്പുകളും ഒക്കെ അതിൽ എന്ത് ചെയ്യും ഉൾക്കൊള്ളിക്കുന്ന അർത്ഥം. നമ്മൾ വായിച്ച സ്റ്റോറികളിലുള്ള ഓരോ ഭാഗങ്ങളും എന്തൊക്കെയുണ്ട്, ഇതിലൊക്കെ ഓരോ യാത്രാ വിവരണങ്ങളുടെ ഓരോ പ്രത്യേകതകളുണ്ട്. ഇതിലിതാ ഫിസിക്കൽ ഫീച്ചേഴ്സ്. പാരീസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, മനസ്സിലായോ? പാരീസിൻ്റെ അവിടെ ഒരു നീല സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ അവിടെയും ഇവിടെയൊക്കെ എന്തുണ്ട്, പിന്നെ ടവറുകളും ഇതൊക്കെ ഉണ്ട് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു സ്ഥലത്തിൻ്റെ ഫിസിക്കൽ, സ്ഥലത്തിൻ്റെ സ്ഥലത്തിൻ്റെതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യേകതകളാണ് പറയുന്നത്. ഇനി അതേപോലെ പ്രാക്ടിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ട്രാവലുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അതായത് അതുമായി ബന്ധപ്പെട്ട ഓരോ പ്രായോഗികമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അതായത് ടു ട്രംപറ്റാണ് നമ്മൾ പറഞ്ഞിരുന്നു, ചൂളം പിടിക്കുന്ന സാധനം. പിന്നെ ഈറ്റബിൾസ്, ഓവർകോട്ട്, റെയിൻകോട്ട്, ഇതൊക്കെ യാത്രയിൽ നമ്മൾ എന്ത് ചെയ്യാണ് പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ് എന്താ പറയുക പ്രാക്ടിക്കൽ ഇഷ്യൂസ്. അപ്പോൾ ഇതും ഈ ഒരു യാത്രാ വിവരണങ്ങളിൽ ഉണ്ടാവും. പിന്നെ ഓരോ സ്ഥലത്തിൻ്റെ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ, അതായത് ബെൽജിയൻ കർഷകർ വന്നപ്പോൾ അവരെന്തായി നന്നായി സ്വീകരിച്ചില്ലേ, അപ്പോൾ അവിടെയുള്ള അനുഭവങ്ങൾ കാരണം അവർക്ക് എന്ത് പറ്റി, പെട്ടെന്ന് പാക്ക് ചെയ്ത് പോകാൻ പറ്റിയെന്ന് പറഞ്ഞു. അതൊരു അനുഭവമാണ്. പിന്നെ പേഴ്സണൽ ഇംപ്രഷൻ, നമുക്ക് പേഴ്സണലായിട്ട് ഓരോ മതിപ്പുകൾ, അതായത് പറഞ്ഞു നമ്മളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ ചലിക്കാതെ ഇങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ്, ഞങ്ങളെന്തോ ഒരു പക്ഷികളെ പോലത്തെ എന്തോ ഒരു സാധനങ്ങളായ മാതിരിയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്തില്ല, ചിറകില്ലാത്ത പക്ഷികളെ പോലെയാണ്. അതൊക്കെ എന്താണ് ഒരു പേഴ്സണൽ ഇംപ്രഷനാണ്, നമുക്ക് മതിപ്പായി തോന്നുന്നതാണ്. നമ്മൾ മേലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആകാശത്ത് നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. നമുക്കൊരു ട്രാവൽ എസ്സേ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രാവൽ എസ്സേ എഴുതി കൊടുക്കാം പറയുന്നുണ്ട്. പിന്നെ അടുത്ത് പ്രോഗ്രസീവ് ടെൻസസ്.
പ്രോഗ്രസീവ് ടെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് എന്ത് പറയാ പ്രോഗ്രസീവ് ടെൻസസ് എന്ന് പറയാം. അതായത് സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ടെൻസ് എന്നും പറയും ഇനി. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടോ, ബട്ട് ദ ക്ലൗഡ്സ് ആർ ഗാദറിങ് ബിഹൈൻഡ് അസ്. മേഘങ്ങൾ ഞങ്ങളെ പിന്നാലെ ഒരുമിച്ച് കൂടുന്നു. ആർ ഗാദറിങ്, ഇതാണ് നമ്മൾ പ്രോഗ്രസീവ് ടെൻസിന്റെ ഉദാഹരണം. ഈ ആർ ഗാദറിങ് എന്ന് പറഞ്ഞാൽ ING ഫോമിലാണ് എന്ത് വരിക, ഈ പ്രോഗ്രസീവ് ടെൻസ് വരിക. ഇനി അടുത്ത് നോക്കുക, ക്രൗസ് ആർ ക്രോവിങ്, കാക്കകൾ എന്ത് ചെയ്യുന്നു, ക്രോ ക്രോ എന്ന ശബ്ദം ഉണ്ടാക്കുന്നു. ഉണ്ടാക്കുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു എന്നുള്ള അത് എന്താ വരുന്നതാണ് എന്ത്, നമ്മളെ പ്രോഗ്രസീവ് സെന്റൻസ് എന്ന് പറയാം. ഇതിലെന്തായിരിക്കും, ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമായിരിക്കും വരിക. സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പറയുമ്പോഴൊക്കെ എന്ത് ഉപയോഗിക്കും, പ്രോഗ്രസീവ് ടെൻസ് ഉപയോഗിക്കും. സംതിങ് ഈസ് ഹാപ്പനിങ് ബിഫോർ, മുമ്പ് നടന്ന കാര്യം പിന്നെ പക്ഷേ ആഫ്റ്റർ എ ഗിവൺ ടൈം, കുറഞ്ഞ ആ സമയത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും അപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഉപയോഗിക്കും വി തിങ്ക് ഇസ് ടെമ്പററി, താൽക്കാലമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനും എന്ത് ഉപയോഗിക്കും, പ്രോഗ്രസീവ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതേപോലെ പുതിയതും അതേപോലെ കുറഞ്ഞ സമയത്തേക്ക് ചുരുങ്ങി നടക്കുന്ന കാര്യങ്ങളും എന്തുപയോഗിക്കും, ഈ പ്രോഗ്രസീവ് ടെൻസ്. പിന്നെ വീണ്ടും വീണ്ടും നടക്കുന്ന കാര്യങ്ങൾക്ക് എന്തുപയോഗിക്കും, ഹാപ്പൻസ് അഗെയിൻ ആൻഡ് അഗെയിൻ, അതിനും നമ്മൾ പ്രോഗ്രസീവ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കണം എന്തെങ്കിലും കാര്യം, അവിടെ നടന്നുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളിൽ അതിലും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, പ്രോഗ്രസീവ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഇനി കുറച്ച് ഉദാഹരണങ്ങളാണ്. വി ആർ ക്രോസിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്, അതൊക്കെ ഇതിലൊക്കെ എന്തുണ്ട്, പ്രോഗ്രസീവ് ടെൻസ് ഉണ്ട്. ഹാപ്പനിങ് ബിഫോർ, ഹാപ്പനിങ് ബിഫോർ സംതിങ് വിച്ച് ഈസ് ടെമ്പററി, അവിടെയൊക്കെ ആ സമയത്തൊക്കെ പറ്റിയതൊക്കെ എന്ത് ചെയ്യുക, സെൻറ്റൻസുകൾ അവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക. അത് നോട്ട്സിലുണ്ടാവും, ആ നോട്ട്സ് ചെക്ക് ചെയ്താലും മതി. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരും. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സാധനം സാധാരണയായിട്ട് നടക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, അങ്ങനെ ഉപയോഗിക്കുന്ന വെർബിനാണ് എന്ത് പറയുക, ക്രിയകൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയാം. ഐ വേക്കപ്പ് ഇൻ ദ മോർണിംഗ് ഒരു ഉദാഹരണമാണ്. പിന്നെ സൺ റൈസസ് ഇൻ ദ മോർണിംഗ്, സൂര്യൻ എന്ത് ചെയ്യുന്നു, രാവിലെ ഉദിക്കുന്നു. അതേപോലെ അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക, റിഫർ ടു റെഗുലർ ആക്ഷൻസ്, സാധാരണ നടക്കുന്ന സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻസ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണയായിട്ട് നടക്കുന്ന ഫാക്ട്സ്, യാഥാർത്ഥ്യങ്ങൾ. സൂര്യൻ ഉദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത് യാഥാർത്ഥ്യമാണ്. അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ഓർ പെർമനന്റ് സിറ്റുവേഷൻ, ഒരുപാട് കാലങ്ങൾക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് എന്ത് ഉപയോഗിക്കും, ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇനി നടക്കാൻ പോകുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുറഞ്ഞ കാലത്ത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഇനിയാണ് അടുത്ത പാഠം. ഇപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് കേൾക്കുക, എന്നിട്ട് അടുത്ത പാഠത്തിന് അടുത്ത വീഡിയോ വരും. ഓക്കെ, സാക്രഡ് ടെട്രൽസ് ഓഫ് കടവൂർ.